ഹൈ ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 1/2 ലിറ്റർ പാലും സേമിയ വെച്ചിട്ടുള്ള ഒരു അടിപൊളി പുഡിംഗ് ആണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് അതേപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ബട്ടറിന് പകരം നെയ്യാണെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ ഓയിലോ വെളിച്ചെണ്ണയോ അങ്ങനെയൊന്നും യൂസ് ചെയ്യരുത്. നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ എടുക്കാൻ ശ്രദ്ധിക്കണേ. പിന്നെ ഇതിലേക്ക് ഒരല്പം ബദാം എടുത്തിട്ടുണ്ട്. അത് ക്രഷ് ചെയ്തെടുത്തതാണ്, ഒരു 10 എണ്ണം. അതുകൂടി ചേർത്തിട്ട് ബദാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ബദാം തന്നെ വേണമെന്നില്ല, കപ്പലണ്ടിയോ കാഷ്നട്ടോ പിസ്തയോ ഉണ്ടെങ്കിൽ ഏതായാലും മതിയാകും. അതല്ലെങ്കിൽ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത ഒരു മിക്സ് ആണെങ്കിലും നല്ല ടേസ്റ്റി ആയിരിക്കും. പിന്നെ ഇതിലേക്ക് ഞാൻ സേമിയ എടുത്തിട്ടുണ്ട്. ആ കനം കുറഞ്ഞ സേമിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ബദാമിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കളറൊന്നും മാറിപ്പോണ്ട, ഓൾറെഡി അത് ഫ്രൈ ആയ സേമിയയാണ്, വറുത്തെടുത്തിട്ടുള്ള സേമിയയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ബട്ടറിൻ്റെ ആ ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. ഒരു 4 ടേബിൾ സ്പൂൺ വരുന്ന മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര പൊടിച്ചത് നമ്മുടെ മധുരത്തിനനുസരിച്ച് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു പുഡിങ് നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ ലോ ഫ്ലെയിമിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇപ്പോൾ ഹൈ ഫ്ലെയിമിലെയും മീഡിയം ഫ്ലെയിമിലോ വെക്കേണ്ട, പെട്ടെന്ന് ഇതൊക്കെ കരിഞ്ഞു പോകുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ മിൽക്ക് മെയ്ഡൊക്കെ നന്നായി സേമിയയിലേക്ക് മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കവർ പാലാണ് യൂസ് ചെയ്യുന്നത്. അതിൽ നിന്നൊരു 1/4 കപ്പ് പാല് ഈ സേമിയത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മിൽക്ക് മെയ്ഡ് സേമിയയുടെ എല്ലാ ഭാഗത്തേക്കും എത്തുകയും ചെയ്യും, സേമിയ ഒന്ന് കുക്കായി കിട്ടുകയും ചെയ്യും. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സേമിയ കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച പാലും ഒന്ന് വറ്റി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. പിന്നെ ഫ്ലെയിം ഓഫാക്കി ഒരു ഭാഗത്തേക്ക് ഞാൻ എടുത്ത് വെക്കുകയാണ്. ഇനി അതേ പാനിൽ തന്നെ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള പാലിൽ നിന്ന് ബാക്കിയുള്ള പാല് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാൻ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. മധുരം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. പാൽപ്പൊടി കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, നന്നായിട്ടൊരു കുറുകി നല്ലൊരു ടേസ്റ്റാണ്. അതുകൊണ്ടാണ് പാൽപ്പൊടി ചേർത്തത്. കയ്യിലില്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോർ ആണ്. ഞാൻ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊരു കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഈ പാലിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടിതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ കോൺഫ്ലോർ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കൈ എടുക്കാതെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കയ്യിലുള്ള ഏത് എസൻസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ എസൻസ് ഒന്നും കയ്യിലില്ലെങ്കിൽ അതിന് പകരം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും കേട്ടോ. ഇനി ഇപ്പോൾ ഒരു 7 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തപ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിനി ഒരു 2-3 മിനിറ്റ് കൂടി നന്നായിട്ട് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ ചെയ്യാൻ പറയുന്നത് നമ്മുടെ കോൺഫ്ലോറിൻ്റെ ആ ടേസ്റ്റൊന്നും ഉണ്ടാവാതിരിക്കാൻ, അത് നന്നായിട്ട് കുക്കായി വരാനുമാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ഇത് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് നമ്മൾ സ്പൂണിൽ കോരിയെടുക്കുന്ന സമയത്ത് വിട്ട് കിട്ടുന്ന ആ ഒരു പരുവമാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിലും വേണ്ട കേട്ടോ. ബട്ടർ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇത് കണ്ടോ, കോരി ഒഴിക്കുമ്പോൾ സ്പൂണിൽ നിന്ന് മുറിഞ്ഞ് വീഴുന്ന പരുവം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ സേമിയൊക്കെ ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഏതൊരു പാത്രത്തിലാണോ പുഡിങ്ങിന് സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഫസ്റ്റ് ലെയറായിട്ട് സേമിയ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനൊരു ഗ്ലാസ് ട്രേ എടുത്തത്. ഇതിന് പകരം നമ്മുടെ കയ്യിലുള്ള സ്റ്റീലിൻ്റെ ഒരു ബൗളായാലും മതി. അപ്പോൾ ഞാനൊരു സ്റ്റീലിൻ്റെ ഒരു ചെറിയ ബൗളിലും കൂടി ബാക്കിയുള്ളത് ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടെ ഞാനിതിലേക്ക് കാണിച്ചു തരാം. ഇനി സെക്കൻഡ് ലെയറായിട്ട് നമ്മളിവിടെ കോൺഫ്ലോറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കോൺഫ്ലോറിൻ്റെ മിക്സ് അത്യാവശ്യം നല്ല ചൂടോടെ കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എൻ്റെ കോൺഫ്ലോറിൻ്റെ മിക്സ് അല്പം ഒന്ന് തണുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ചൂടോടെ ഒഴിക്കുമ്പോൾ തന്നെയാണ് നല്ലൊരു പെർഫെക്ഷൻ കിട്ടുക കേട്ടോ. ചൂടോടെ ഒഴിക്കാൻ തന്നെ ശ്രദ്ധിക്കണേ. ബാക്കിയുള്ള 3ാമത്തെ ലെയർ നമുക്ക് സേമിയ കൊണ്ട് മുകളിലൊന്ന് ലെയർ ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ ഒരു സ്പൂൺ കൊണ്ട് ഇതേപോലെ ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് ചെറി വെച്ചിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ 1 മണിക്കൂർ മുതൽ ഒരു 2 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം. തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക.
അപ്പോൾ ഇത് തണുത്തിട്ടുണ്ട് കേട്ടോ. 1.5 മണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല ടേസ്റ്റിയായ ഒരു അടിപൊളി പുഡിംഗ് ആണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റായിട്ട് അറിയിക്കും വേണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാം. ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്ത് വരുന്ന ബെല്ലൈക്കണിൽ നിന്ന് തൊട്ട് കൊടുത്താൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അടുത്തൊരു പാത്രത്തിൽ ഞാൻ സെറ്റ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അതുകൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ടുള്ള അടിപൊളി പുഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു നല്ലൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.